പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതമായ മറ്റൊരു ചിന്തയിലേക്ക് നമുക്ക് വേഗത്തിൽ കടന്നു വരാം. അതിനുവേണ്ടി ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് തയ്യാറാകുന്നു. സങ്കീർത്തന പുസ്തകം 70-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുകയാണ്. നിന്നെ അന്വേഷിക്കുന്നവരൊക്കെയും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. നിന്റെ രക്ഷയെ ഇച്ഛിക്കുന്നവർ ദൈവം മഹത്വമുള്ളവനെന്ന് എപ്പോഴും പറയട്ടെ. അതേ പ്രിയമുള്ളവരെ, ഇവിടെ വചനം വളരെ വ്യക്തതയോടെ പറയുകയാണ്. നിന്നെ അന്വേഷിക്കുന്നവരൊക്കെയും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. അതെ, ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ ജീവിതത്തിനകത്ത് ദൈവം ഒരു സന്തോഷത്തെ കൈമാറും. അവരുടെ ഹൃദയം എല്ലാറ്റിനേക്കാളും ആനന്ദം ഉണ്ടാകുവാനായിട്ടിടയായി തരും. അവരുടെ ഹൃദയം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കും എന്ന് വളരെ വ്യക്തമായി വചനം നമ്മളോട് സംസാരിക്കുകയാണ്. അതെ, നിന്റെ ആശ, നിന്റെ ആഗ്രഹം മനുഷ്യനോടാണെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ അവരുടെ സഹായം നിന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ സന്തോഷവും നിന്നു പോകും. എന്നാൽ ദൈവം പറയുകയാണ്, നീ എന്നിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ, നീ എൻ്റെ വചനത്തിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ, നീ ദൈവത്തിലാണ് ആശ്രയം വെച്ചിരിക്കുന്നതെങ്കിൽ നിന്റെ സന്തോഷത്തിന് അതിരുകളെ നിർമ്മിക്കാൻ ആർക്കും കഴിയത്തില്ല. നിന്റെ സന്തോഷത്തിന് പരിധിയിടാൻ, നിന്റെ ആനന്ദത്തെ ഇല്ലാതാക്കാൻ ആർക്കും കഴിയത്തില്ല. ആമേൻ. പൗലോസ് കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ ലേഖനം എഴുതുകയാണ്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുകയാണ്. അതെ, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണമെന്ന് പറയുന്ന ഈ മനുഷ്യൻ കിടക്കുന്നത് കാരാഗൃഹത്തിനകത്താണ്. ഒരുപക്ഷെ ആശ്വസിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാനോ ആരുമില്ലാത്ത സിറ്റുവേഷന്റെ നടുവിൽ ദൈവം അദ്ദേഹത്തിന്റെ ഹൃദയത്തിനകത്ത് കൊടുത്ത സന്തോഷത്തെ മനുഷ്യരുടെ റിവീൽ ചെയ്യുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? എപ്പോഴും സന്തോഷിക്കണം. ഒരുപക്ഷെ എന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ കാരാഗൃഹത്തിലായിരിക്കും കിടക്കുന്നത്, പക്ഷെ എൻ്റെ ഹൃദയത്തിനകത്ത് ഒരു ആനന്ദമുണ്ട്, ആരും കാണാത്തൊരു സന്തോഷമുണ്ട്, ആരും ഇന്നുവരെ അറിയാത്തൊരു സമാധാനം എൻ്റെ ഹൃദയത്തിനകത്തുണ്ട്. അതുപോലെ നിങ്ങളുമായി തീരണമെന്ന് പൗലോസ് പ്രബോധിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറയുന്നു, കൂട്ടുകാരി പരമായി ആനന്ദ തൈലം കൊണ്ട് എന്നെ അഭിഷേകം ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവന്റെ ജീവിതത്തിൽ എല്ലാവരെക്കാളും ഒരു സന്തോഷം, ഒരു ആനന്ദം അവന്റെ ഹൃദയത്തിനകത്ത് കർത്താവ് കൈമാറുവാനായിട്ടിടയായി തരും. ഈ കാലഘട്ടത്തിൽ നമുക്ക് ആ സന്തോഷമാണ് വേണ്ടത്. ഈ കാലഘട്ടത്തിൽ എല്ലാവരുടെ സ്നേഹം മാഞ്ഞു പോകും, പക്ഷേ ദൈവത്തിന്റെ സ്നേഹത്തിന് മാറാൻ കഴിയത്തില്ല. ദൈവം തരുന്ന സന്തോഷത്തിന് അതിരുകളില്ല, പരിമിതികളില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് പറയുകയാണ്, കൂട്ടുകാരി പരമായി ആനന്ദ തൈലം കൊണ്ട് എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. ഈ അഭിഷേകം ചെയ്യപ്പെട്ട ഈ വ്യക്തി എവിടെ പോയാലും ആ സന്തോഷത്തിനകത്ത് നിലനിൽക്കാനായിട്ട് കഴിയും. ഏത് സാഹചര്യത്തിനകത്ത്, ഏത് തടവറയ്ക്കകത്താണെങ്കിലും അവർക്ക് ദൈവത്തെ പാടി ആരാധിക്കാൻ കഴിയും. കാരണം അവർക്കുള്ളിൽ കിടക്കുന്ന സന്തോഷം മനുഷ്യൻ കൊടുത്തതല്ല, അവർ ദൈവത്തിലാണ് സന്തോഷിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു. ധാന്യം ഉണ്ടായതിനേക്കാളും വീഞ്ഞുണ്ടായതിനേക്കാളും ഒരു വലിയ സന്തോഷം എൻ്റെ ഹൃദയത്തിൽ. എനിക്കൊന്നും ഒരുപക്ഷെ മനുഷ്യർ നോക്കുന്ന നിലകളിൽ എനിക്ക് കാണാനില്ലെങ്കിലും ഞാൻ ഭയങ്കര ഒരു സന്തോഷത്തിനകത്താണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സന്തോഷത്തെ ആരും കവർന്നെടുക്കാതിരിക്കട്ടെ. നമ്മുടെ ആനന്ദത്തെ ഒരു പിശാചിന് അപഹരിച്ചു കൊണ്ടുപോകാൻ കഴിയാത്തതായി തീരട്ടെ. നമ്മുടെ ആനന്ദം സ്ഥിരപ്പെടട്ടെ, നമ്മുടെ സന്തോഷം നമ്മുടെ ഹൃദയത്തിനകത്ത് സ്ഥിരപ്പെടട്ടെ. ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. ഇങ്ങനെ വചനം പറയുന്നത്, നിന്നെ അന്വേഷിക്കുന്നവരൊക്കെയും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. അതെ, ദൈവത്തിലാണ് നിന്റെ അന്വേഷണമെങ്കിൽ, ദൈവത്തിലാണ് നിന്റെ മറുപടിയെ നീ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിന്റെ സന്തോഷത്തിന് അതിരിടാൻ ആർക്കും കഴിയത്തില്ല. നിന്റെ സന്തോഷത്തെ നിർത്തൽ ചെയ്യാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടി ദൈവവചനത്തിൽ ആശ്രയിച്ച് നമുക്ക് മുന്നേറാം. സന്തോഷം നിന്റെ ഹൃദയത്തിൽ നിന്ന് പ്രസിദ്ധമായി വരട്ടെ. സന്തോഷം നീ ചെല്ലുന്നിടത്തൊക്കെയും ഉണ്ടാകട്ടെ. ആനന്ദം നീ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കകത്തും കർത്താവ് കൈമാറട്ടെ. അതിനായി ദൈവം നമ്മെ എല്ലാവരെയും ഒരുപോലെ ഒരുക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.